ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജോജി സാറെ, PTA പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കുമാർ, പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, KG സെക്ഷന്റെ ചാർജുള്ള ബഹുമാനപ്പെട്ട സോളി സിസ്റ്ററെ, പ്രിയ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, പ്രിയ മാതാപിതാക്കളെ, ഇന്ന് നമുക്ക് വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. നമ്മുടെ കൊച്ചുകുട്ടികള് വിവിധ തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നു. അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ഒരു വർഷത്തെ അധ്വാനത്തിന്റെ പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യുന്ന ദിവസമാണ്. ഗ്രാജുവേഷൻ സെറിമണി ഇവിടെ നടക്കുകയാണ്. നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വളരെ മനോഹരമായി അവർ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഇനി പലതരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുവാനായി അവർ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികള് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് കാണുവാനായി നമുക്ക് വലിയ താല്പര്യമാണ്. നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത ഇപ്പോഴ് നമ്മൾ കൊച്ചായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുവാനായിട്ട് അവസരം ലഭിച്ചില്ലല്ലോ എന്നുള്ളത് തന്നെയാണ്. മാതാപിതാക്കള് ഇന്ന് തീർച്ചയായും ചിന്തിക്കുന്നത്, എനിക്ക് ലഭിക്കാത്ത അവസരം എൻ്റെ കുട്ടികൾക്ക് ലഭിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നവരാണ് നാം ഒക്കെ. ഞാനിവിടെ വീഡിയോകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, എനിക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ യാതൊരു അവസരവും ലഭിച്ചിരുന്നില്ല. സ്റ്റേജിൽ കയറി ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുക്കുവാനായിട്ടോ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാനായിട്ടോ എനിക്ക് ചാൻസ് കിട്ടിയില്ല. ഞാൻ സെമിനാരിൽ പോയത് കൊണ്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുവാനായിട്ടും പ്രസംഗിക്കുവാനായിട്ടും അല്ലെങ്കിൽ പാട്ട് പാടുവാനായിട്ടും ഒക്കെ ഇടയായത്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സ്റ്റേജിൽ കയറുമായിരുന്നില്ല. അന്ന് ആരും നിർബന്ധിച്ചില്ല, ആരും പ്രോത്സാഹിപ്പിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാനായിട്ട് ഇടയാകാതിരുന്നത്. ഇന്ന് കുട്ടികൾക്ക് നിരവധിയായ സാധ്യതകളാണ്. കുട്ടികളാണ് നമ്മുടെ സമ്പത്ത്. നാളത്തെ വാഗ്ദാനങ്ങൾ അവരാണ് എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാനായിട്ട് നാം തയ്യാറാണ്. കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ എടുത്ത് യൂട്യൂബിലൂടെയൊക്കെ അവർ കാണുമ്പോൾ അവർക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ജീവിതത്തില് മറ്റാരും നൽകാത്ത ഒരു പ്രോത്സാഹനം ലഭിക്കുന്നത് അതാണ്. സ്വയം വളരുവാനായിട്ട് കുട്ടികൾക്ക് പ്രേരണ ലഭിക്കുന്നത് ഇങ്ങനെ തങ്ങൾ അവതരിപ്പിച്ച പ്രോഗ്രാം കാണുകയും മറ്റുള്ളവർ അത് വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ്. യൂട്യൂബിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങളത് പ്രോത്സാഹിപ്പിക്കണം, കമന്റ് എഴുതണം, കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കണം. അങ്ങനെയാണ് വളർന്നു വരിക. ഈ ഭൂമിയിൽ ജനിക്കുന്നവർ പ്രഗത്ഭരായിട്ടല്ല ജനിക്കുക, കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വളർന്ന് വളർന്ന് വലുതായി മാറുകയാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തുള്ള പരിശ്രമം മറ്റുള്ളവരെ വളർത്തുവാനായിട്ടുള്ളതാണ്. എനിക്ക് ലഭിക്കാത്ത സൗകര്യങ്ങള് എന്റെ മക്കൾക്ക് ലഭിക്കണം, അല്ലെങ്കിൽ ഇന്നിവിടെയുള്ളവർക്ക് ലഭിക്കണം. ആ ചിന്ത നമുക്കുണ്ടാകണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ അധ്യാപകരൊക്കെ ഇങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിച്ച് സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാനായിട്ട് അവസരങ്ങളൊക്കെ കൊടുക്കുക. ഇഷ്ടംപോലെ അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും സ്റ്റേജിൽ കയറി പ്രോഗ്രാം അവതരിപ്പിക്കുകയും ആ സ്റ്റേജിന്റെ പേടി പോകുവാനായിട്ടും ധൈര്യത്തോടുകൂടെ മുന്നോട്ട് വരുവാനായിട്ടും അവരിടയാകുകയാണ്. ഈ KG സെക്ഷനിലൂടെ ഒക്കെ ഞാൻ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഉടനെ ചോദിക്കും, അടുത്ത ഷോർട്ട് ഫിലിം എപ്പോഴാ അച്ചെടുക്കുക, എനിക്കൊരു ചാൻസ് തരുമോ, എന്റെ ഒരു വീഡിയോ എടുക്കാമോ, ഞാനിങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ കുഞ്ഞു കുട്ടികൾ എപ്പോഴും കാണുമ്പോൾ ചോദിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ അത് വളരെ ഇഷ്ടമാണ്. തങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടുന്നു, തങ്ങൾ വളർന്നു വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അവരുടെ പ്രോത്സാഹനത്തെ, അവരുടെ ഈ കലാ അഭിരുചിയെ നമ്മൾ വളർത്തണം, നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുക. മറ്റ് സ്കൂളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാവർക്കും ചാൻസ് കിട്ടുകയും അവരുടെ പെർഫോമൻസ് മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് നമ്മൾ ഇങ്ങനെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കൊടുക്കുകയും ഒക്കെ ചെയ്യുക. അതിന് കാരണം ഇവർ വളർന്നു വരണം. ഇങ്ങനെയാണ് പലരും വളർന്നു വരിക. മറ്റുള്ളവർ പ്രോത്സാഹനം വഴിയായിട്ടാണ് നല്ല കഴിവുള്ളവരായി മാറുകയും പ്രഗത്ഭരായ വ്യക്തികളായി തീരുകയും ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് വലിഞ്ഞു പോകുമ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. പഠനം മാത്രമാണ് ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഇന്ന് വലിയ കാര്യമൊന്നുമില്ല. പഠിക്കുവാനായിട്ട് ഇന്നത്തെ കുട്ടികൾക്ക് പറ്റും. ബൈഹാർട്ടായിട്ട് പഠിക്കുന്ന ഒരു കഴിവ് ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ബൈഹാർട്ടായിട്ട് പഠിക്കും. പക്ഷെ ജോലി കിട്ടുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത വരുന്നു, ജോലിയിൽ നിന്നും പുറകോട്ട് പോകുന്നു.
നല്ല റാങ്ക് മേടിച്ചൊക്കെ പാസ്സായവര് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ എവിടെ എത്തി? അതിനേക്കാൾ ക്ലാസ്സിൽ ഏറ്റവും പുറകോട്ട് പോയവരല്ലേ ഇന്ന് നല്ല ജോലിയിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ല സാലറി കിട്ടുന്ന ജോലിയിലൊക്കെ നിൽക്കുന്നത് ആരാണ്? പഠനത്തിന്റെ കാര്യത്തിൽ പുറകോട്ട് നിൽക്കുന്നവരാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം എല്ലാ തരത്തിലുള്ള കഴിവുകളും ഒന്നിച്ച് വളരണം. പഠനം മാത്രമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ശരിയായിട്ടുള്ളൊരു വളർച്ച ആയിരിക്കുകയില്ല. കാണാപ്പാഠം കുറച്ച് പഠിച്ചത് കൊണ്ട് ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല. പരീക്ഷയ്ക്കൊക്കെ റാങ്ക് വാങ്ങിച്ചു, ക്ലാസ്സിലെ ടോപ്പാണ് എന്നൊക്കെ പറയാം. നോക്കിയും കണ്ടും ചെയ്യുവാനായിട്ട് പെരുമാറുവാനായിട്ടുള്ള ഒരു കഴിവാണ് ഇന്ന് മനുഷ്യന് ഏറ്റവും ആവശ്യം വേണ്ടത്. സാഹചര്യങ്ങൾക്കിണങ്ങി സാഹചര്യങ്ങൾക്ക് പൊരുത്തപ്പെട്ട് ഏത് ജീവിത സാഹചര്യങ്ങളെയും മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ടൊരു കഴിവ് ഇന്ന് അതില്ലാതെ പോയിരിക്കുക. ഇമോഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതിയാണ് പഠനത്തിന് വളരെയധികം ഊന്നൽ നൽകിക്കൊണ്ട് രാവിലെയും വൈകിട്ടും ഒക്കെ ട്യൂഷൻ ക്ലാസ്സിൽ വിടുമ്പോഴും പഠനം എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്താ നേടുക അവര്? ഈ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നവരുടെ ജീവിതത്തിൽ തകർച്ചകളോ പാളിച്ചകൾ ഉണ്ടാവുകയാണ്. പഠനം വേണ്ടെന്നല്ല പറയാം, പഠനം വേണം, നന്നായിട്ട് പഠിക്കണം. അതോടൊപ്പം മറ്റു കാര്യങ്ങൾക്കും ഊന്നൽ കൊടുക്കണം. അതിനുള്ള ഊന്നലെല്ലാം നമ്മളിവിടെ കൊടുക്കുകയാണ്. നന്നായിട്ട് പിള്ളേർക്ക് പെർഫോമൻസ് ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ കൊടുക്കുന്ന ആ വളർച്ചയാണ് മുതിർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോഴും അവർക്ക് അടിസ്ഥാനമായി ലഭിക്കുക. അതുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾ വേറെ ഏത് സ്കൂളിൽ പോയാലും അടിസ്ഥാനം ലഭിച്ചത് കൊണ്ട് അവർ ഏറ്റവും ടോപ്പിലായി മാറും. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സാർ പറയുകയാണ്, വേറൊരു സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപക വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചേച്ച് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുത്തെ ടോപ്പാണ്, ഏത് കാര്യത്തിനും അവരും എടുക്കുക. ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചു വിട്ട കുട്ടികളെക്കാൾ അവർ ഏറ്റവും മനോഹരമായി പെരുമാറുന്നുവെന്ന്. കാരണം അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് അങ്ങനെ നല്ല രീതിയിലേക്ക് വളരുവാനായിട്ടിടയായി തീരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ച് നല്ല പ്രതീക്ഷകൾ വെക്കാം. സന്തോഷത്തോടെ നമുക്ക് അവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരുവാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ നല്ല കുട്ടികൾ നിങ്ങളും ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങളും ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് നല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഉയരങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ടിടയായിത്തീരും. മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഗ്രാജുവേഷന്റെ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.